പോരാട്ടം. 8. വേണാട്ടരജന് ഒരു സ്വൈരവുമില്ല. ആ തെണ്ടിപ്പിള്ളേർ, അവരുടെ ശല്യം അതിരുകടക്കുന്നു. മുളയിലെ നുള്ളിക്കളയണമായിരുന്നു. ചെയ്തില്ല. ചെയ്തിരുന്നെങ്കിലോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇപ്പോൾ കണ്ടോ, വലിയവരും ചീത്തയാകുന്നു. ഭ്രാന്തൻ കുട്ടികൾ. അവർ ശാന്തിദേവിയുടെ നാമം ജപിക്കുന്നു. വേണാട്ടരജൻ പുരാണം പഠിച്ചിട്ടുണ്ട്. എല്ലാ ദേവിമാരുടെയും കഥകൾ അറിയാം, ശാന്തിദേവി പോലും. ആദ്യമായി കേൾക്കുന്നത് ഇപ്പോഴാണ്. ഭ്രാന്തൻ കുട്ടികൾ പ്രാവിനെ കണ്ടാൽ തൊഴും. ശാന്തിദേവിയുടെ വാഹനമാണത്രേ പ്രാവ്. ഭ്രാന്തല്ലാതെ മറ്റെന്താണ് ഇത്? ഒരു കാര്യം വേണാട്ടരജൻ ശ്രദ്ധിച്ചു. ഭ്രാന്തൻ കുട്ടികൾ തമ്മിൽ വഴക്കില്ല, അടിപിടിയില്ല, ചീത്ത പറയലില്ല. തമ്മിൽ വളരെ സ്നേഹമാണ്. ചാരന്മാർ മുഖേന വേണാട്ടരജൻ ചിലതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. വലിയവരിൽ ചിലർ പലതും പറഞ്ഞു നടക്കുന്നു. യുദ്ധം പാപമാണ് പോലും, ആയുധം തൊട്ടുകൂടെ പോലും, കൊല്ലുന്നവൻ കൊല്ലപ്പെടും പോലും. അങ്ങനെ പോയാലോ? പട്ടാളത്തിൽ ആള് ചേരുമോ? പട്ടാളമില്ലെങ്കിൽ എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധം ചെയ്യാതെ എങ്ങനെ അന്യരാജ്യങ്ങൾ വെട്ടിപ്പിടിക്കും? നോക്കണേ ഭ്രാന്ത്. ഈ ഭ്രാന്ത് പടർന്നു പിടിച്ചാൽ തീർന്നില്ലേ കാര്യം? ആദ്യം കുട്ടികളെ പേടിപ്പെടുത്തുക തന്നെ. ഫലിച്ചില്ലെങ്കിൽ അടുത്ത നടപടി നോക്കാം. വേണാട്ടരജൻ ഭ്രാന്തൻ കുട്ടികളെ വരുത്തി. കുട്ടികളെ, നിങ്ങൾ ശാന്തിദേവിയെ ഭജിക്കുന്നതായി നാം അറിഞ്ഞു. ആട്ടെ, ആരാണ് ശാന്തിദേവി? തമ്പുരാൻ ചോദിച്ചു. ശാന്തിദേവി ശാന്തിദേവി തന്നെ, കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു. വേണാട്ടരജന് ദേഷ്യം വന്നു. കാക്കകൾ ചിലയ്ക്കും പോലെ ഒന്നിച്ചു പറയണ്ട. ചോദിക്കുന്ന കുട്ടി ഉത്തരം പറഞ്ഞാൽ മതി. അദ്ദേഹം ഒരു കുട്ടിയെ അരികിൽ വിളിച്ചു. നിന്റെ പേരെന്താണ്? രാമൻ. കുട്ടി പേര് അറിയിച്ചു. ആട്ടെ രാമ, നീ കണ്ടിട്ടുണ്ടോ ശാന്തിദേവിയെ? തമ്പുരാൻ ചോദിച്ചു. കണ്ടിട്ടുണ്ട് തിരുമേനി, രാമൻ ഉത്തരം പറഞ്ഞു. ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാ കുട്ടികളും കൂടി ഒന്നിച്ചു പറഞ്ഞു. വേണാട്ടരജന് ദേഷ്യം വർദ്ധിച്ചു. ചോദിക്കുന്ന കുട്ടി ഉത്തരം പറഞ്ഞാൽ മതി എന്നല്ലേ നാം ആവശ്യപ്പെട്ടത്? കുട്ടികൾ മിണ്ടാതെ നിന്നു. രാമ, നീ മാറി നിൽക്ക്, തമ്പുരാൻ ആജ്ഞാപിച്ചു. രാമൻ അനുസരിച്ചു. രാജാവ് ഒരു പെൺകുട്ടിയെ അരികിൽ വിളിച്ചു. എന്താണ് നിന്റെ പേര്? അദ്ദേഹം ചോദിച്ചു. ചിരുത, പെൺകുട്ടി അറിയിച്ചു. ആട്ടെ ചിരുതേ, നീ ആവശ്യപ്പെടുമ്പോൾ നിന്റെ ശാന്തിദേവി പ്രത്യക്ഷപ്പെടുമോ? വേണാട്ടരജൻ ചോദിച്ചു. പ്രത്യക്ഷപ്പെടും തിരുമേനി, ചിരുത ധൈര്യത്തോടെ പറഞ്ഞു. ശരി ചിരുതേ, ഇപ്പോൾ പ്രത്യക്ഷപ്പെടുത്തൂ, വേണാട്ടരജൻ ആജ്ഞാപിച്ചു. നാമും കൂടി കാണട്ടെ നിങ്ങളുടെ ശാന്തിദേവിയെ. ചിരുത കണ്ണടച്ച് ധ്യാനിച്ചു. അമ്മേ ദേവി, ഒന്ന് വരൂ, അവൾ വിളിച്ചു പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞു. ഇതാ ദേവി വന്ന് നിൽക്കുന്നു തിരുമേനി. വേണാട്ടരജൻ ചുറ്റും നോക്കി. ശാന്തിദേവിയുമില്ല, ഒരു ദേവിയുമില്ല. പക്ഷേ കുട്ടികളെല്ലാം ഭക്തിയോടെ തൊഴുതു നിൽക്കുന്നു. അവരുടെ മുഖങ്ങൾ വികസിച്ചിരിക്കുന്നു. കണ്ണുകളിൽ പ്രത്യേകമായ ഒരു ചൈതന്യം, ദിവ്യമായ ദർശനം കിട്ടിയതുപോലെ. ഇത് നല്ല നേരം പോക്ക്. പോട്ടെ, അത്ഭുതപ്പെടാനില്ല. ഭ്രാന്തൻ കുട്ടികളല്ലേ, ഇല്ലാത്തത് കാണും. തിരുമേനി, ശാന്തിദേവി മറഞ്ഞു, കുട്ടികൾ വിളിച്ചു പറഞ്ഞു. മറഞ്ഞെങ്കിൽ മറയട്ടെ. ആ ഭ്രാന്തനല്ലേ നിങ്ങളുടെ ദേവിയെ കാണിച്ചു തന്നത്? അവനല്ലേ നിങ്ങളുടെ ഗുരു? വേണാട്ടരജൻ ചോദിച്ചു. അതേ തിരുമേനി, പക്ഷേ അദ്ദേഹം ഭ്രാന്തനല്ല, രാമൻ പറഞ്ഞു. വേണാട്ടരജന്റെ മുഖം കറുത്തു. ആ ഭ്രാന്തൻ ഇനി ഈ നാട്ടിൽ കാലുകുത്തുകയില്ല. അവനെ കണ്ടാൽ തൂക്കിലിടും. കുട്ടികൾ പകച്ചു നിന്നു. എന്ത്, ഗുരുവിനെ തൂക്കിലിടുമെന്നോ? ശാന്തിദേവിയുടെ പേര് ഈ നാട്ടിൽ കേൾക്കരുത്. ആ പേര് പറയുന്നവരുടെ കാലുകൾ അടിച്ചൊടിക്കും. ആട്ടെ, ഇനി നിങ്ങൾക്ക് പോകാം. കുട്ടികൾ ഇറങ്ങിപ്പോയി. എന്നും സന്ധ്യ കഴിഞ്ഞ് അവർ ചുറ്റി നടന്നിരുന്നു, ശാന്തിഗീതങ്ങൾ പാടിക്കൊണ്ട്. ചില കുട്ടികൾ കൊട്ടും, ചിലർ പുല്ലാങ്കുഴൽ വായിക്കും. പാട്ടുകേട്ട് വീട്ടുകാർ പടിയിറങ്ങി വരും. എത്ര സുഖമാണ് കേൾക്കാൻ, മനസ്സ് കുളിരും. രാജാവ് കുട്ടികളെ താക്കീത് ചെയ്തിരിക്കുന്നു. ആ വർത്തമാനം പരന്നു. ചാരന്മാർ വേഷം മാറി നടക്കാറുണ്ട്. കണ്ടതും കാണാത്തതുമൊക്കെ അവർ തമ്പുരാനെ അറിയിക്കും. ആളുകൾക്ക് ഭയമായി. അതോടെ ഭജന സംഘത്തെ കണ്ടാൽ വാതിൽ അടച്ചുകളയും. എങ്കിലും പലരും വേലിക്കിടയിൽ പതുങ്ങി നിന്ന് പാട്ടുകേട്ടു. അക്കൂട്ടർ കുറവായിരുന്നു, മറ്റേ കൂട്ടരാണ് അധികവും. അതായത് കുട്ടികൾക്ക് ഭ്രാന്തെന്ന് വിശ്വസിക്കുന്നവർ. അവരുടെ മക്കൾ കളരികളിൽ പയറ്റ് പഠിക്കുകയാണ്. ആ കുട്ടികൾ വളർന്ന് അഭ്യാസികളാകും, പട്ടാളത്തിൽ ചേരും, പടവെട്ടും, കീർത്തി നേടും. അവരോട് അച്ഛനമ്മമാർ പറഞ്ഞു, മക്കളെ, ഭ്രാന്തൻ കുട്ടികളെ കണ്ടാൽ കണ്ണു പൂട്ടണം, അവരുടെ പാട്ട് കേട്ടാൽ ചെവി പൊത്തണം. മിക്ക കുട്ടികളും അച്ഛനമ്മമാരെ അനുസരിച്ചു. ചുരുക്കം ചില കുട്ടികൾ മറിച്ചായിരുന്നു. ഭ്രാന്തൻ കുട്ടികളുടെ പാട്ടുകൾ അവരും ഏറ്റുപാടി. അച്ഛനമ്മമാർക്ക് വിഷമം തോന്നി. പാടരുതെന്ന് വിലക്കി. അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. 5-6 കുട്ടികൾ അതുകൊണ്ടും കൂട്ടാക്കിയില്ല. അടിയും ചവിട്ടും കിട്ടുമ്പോൾ അവർ കരഞ്ഞില്ല,
പകരം ശാന്തിപ്പാട്ടുകൾ പാടി. അച്ഛനമ്മമാർ അവരെ വീട്ടിന് പുറത്താക്കി പടി അടച്ചു. ആ കുട്ടികളോ ഭ്രാന്തൻ കുട്ടികളോട് ചേർന്നു. ഇത് വെറുമൊരു ഭ്രാന്താണോ? പുതിയൊരു മതമല്ലേ? അതായി വേണാട്ടരാജൻ്റെ സംശയം. ശാന്തിമതമോ? അതെ, ആ മതം ക്രമേണ പടർന്നു പിടിക്കുന്നു, വിഷമുള്ള വല്ലി പോലെ. ഒന്നേയുള്ള സമാധാനം. കോഴിക്കോട്ടും പെരുമ്പടപ്പിലും അതുതന്നെ സ്ഥിതി. തനിക്കുള്ള സ്വൈരക്കേട് മറ്റവർക്കുമുണ്ട്. വേണാട്ടരാജൻ്റെ ചാരന്മാർ വേണാട്ടിൽ മാത്രമല്ല ജോലി ചെയ്തിരുന്നത്. കോഴിക്കോട്ടും പെരുമ്പടപ്പിലും മറ്റു രാജ്യങ്ങളിലും ജോലി ചെയ്തിരുന്നു. അവിടങ്ങളിലെ വർത്തമാനങ്ങൾ അറിയിച്ചു കൊണ്ടുവരുന്നു. ശാന്തി മതം നശിപ്പിക്കുക, അതിന് മുതിർന്നിരിക്കുന്നു സാമൂതിരിയും. ശാന്തിക്കുട്ടികളെ കുറ്റവാളികളെന്ന് മുദ്രയടിച്ചു. അവരെ സഹായിക്കുന്നവരെയും. അനേകം പേരെ മുക്കാലിൽ കെട്ടി അടിക്കുന്നുണ്ട്, തുറുങ്കിൽ അടയ്ക്കുന്നുണ്ട്. എല്ലാ വിനയ്ക്കും കാരണക്കാരൻ ആ ഭ്രാന്തനാണ്. ഭ്രാന്തനെ സാമൂതിരി കൂട്ടിൽ അടച്ചിരുന്നു. അവൻ എങ്ങനെയോ വഴുതിപ്പൊയ്ക്കളഞ്ഞു. എവിടെ പോയി അറിഞ്ഞുകൂടാ. കണ്ടുകിട്ടിയാൽ കഴിവേറ്റണം. ആ മോഹം പെരുമ്പടപ്പ് മൂപ്പീന്നിനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തും അതുതന്നെ സ്ഥിതി. എല്ലാവരും ഭ്രാന്തനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പട്ടാളക്കാർ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തിരഞ്ഞു, മലകളിലും കാടുകളിലും തിരഞ്ഞു. ഭ്രാന്തൻ്റെ പൊടി പോലും കിട്ടിയില്ല. ഓരോ രാജ്യത്തും കുട്ടിപ്പട്ടാളങ്ങൾ തയ്യാറാകുന്നു. തെണ്ടിക്കുട്ടികളായ ശാന്തിക്കുട്ടികളാണ് പട്ടാളക്കാർ. പക്ഷേ ആ പട്ടാളക്കാർക്ക് പടവിട്ടില്ല. അവർ മാമാങ്കത്തിന് പോകാൻ തയ്യാറാകുകയാണ്. അമ്മിണി, അവർക്ക് മാമാങ്കത്തിൽ എന്ത് കാര്യം? എനിക്ക് ചിരി വരുന്നു, ചന്തു പറഞ്ഞു. ജ്യേഷ്ഠ, എനിക്കും അങ്ങനെ തന്നെ. പയറ്റാത്ത കുട്ടികളെ എനിക്ക് പണ്ടേ പുച്ഛമാണ്, അമ്മിണി പറഞ്ഞു. ആട്ടെ, ജ്യേഷ്ഠൻ മാമാങ്കത്തിന് പോകുമ്പോൾ ഞാനും കൂടി വരുന്നുണ്ട്. അതിനു മുമ്പ് ആ കോരനെ കൊന്നെങ്കിൽ. അവനെ കൊല്ലാഞ്ഞിട്ട് എന്തൊരു സ്വൈരക്കേട്. കോരൻ ഗുളിക വിഴുങ്ങി വേഷം മാറി, അതെനിക്ക് തീർച്ചയുണ്ട്. എവിടെയോ എന്തോ, എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ചന്തു നിരാശയോടെ നെടുവീർപ്പിട്ടു. മാമാങ്കം അടുത്തു വരുന്നു. മാമാങ്കത്തിന് അമ്മാവൻ വരും. എന്തുകൊണ്ടാണ് കോരനെ കാണിച്ചു കൊടുക്കാത്തത്? അതാണ് മനസ്സിലാകാത്തത്. അമ്പുവിൻ്റെ ഓർമ്മയും ചന്തുവിനെ അലട്ടാറുണ്ട്. മാമാങ്കത്തിന് അമ്പു വെട്ടിമരിക്കും. അന്ന് ഞാൻ അരികത്ത് വേണം. അമ്പു പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. താൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാമാങ്കം, അമ്പു, അതായിരുന്നു സദാ അവരുടെ സംസാരം. കുഞ്ഞുങ്ങളെ, നിധിയുടെ കാര്യം മറന്നുപോയോ? ഒരു ദിവസം രുദ്രാണി ചോദിച്ചു. അടുത്ത ആഴ്ച പുറപ്പെടണം. കാലാവസ്ഥ അനുകൂലമാണ്. പടക്കപ്പൽ തയ്യാറാകുന്നു. നിധി കോരൻ്റെ അനന്തരവനായി കഴിഞ്ഞില്ലേ? അപ്പോൾ ചന്തുവിന് അറിയാവുന്നതാണ് നിധിയെപ്പറ്റി. താൻ മന്ത്രവാദം പഠിച്ചിട്ടുണ്ടെന്ന് കോരൻ പറഞ്ഞിരുന്നു. മനക്കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടത്രേ ആ നിധി. അങ്ങ് കടലിൻ്റെ അപ്പുറത്ത് ലക്ഷദ്വീപിലാണ് നിധി. ആ ഗുഹയ്ക്കകത്തെ കല്ലറ, കല്ലറയ്ക്കകത്ത് നിധി, അതൊക്കെ അയാൾ തെളിഞ്ഞു കണ്ടിട്ടുണ്ടത്രേ. ഒരു കപ്പൽ കിട്ടിക്കോട്ടെ, ഒന്നിച്ചു പോയി നിധി എടുക്കണം. അതായിരുന്നു കോരൻ്റെ ഉദ്ദേശം. അയാൾക്ക് ചന്തുവിൻ്റെ സഹായം ആവശ്യമായിരുന്നു. ആത്മശത്രുവാണ് ചന്തു. അതയാൾ അന്ന് എങ്ങനെ അറിയാനാണ്? കോരനെ കൊല്ലാൻ സാധിച്ചിട്ടില്ല. അയാളുടെ നിധിയെങ്കിലും കൈയടക്കണം. അങ്ങനെയെങ്കിലും പകരം വീട്ടാം. ചന്തു നിധിയെപ്പറ്റി രുദ്രാണിക്ക് വിവരിച്ചു കൊടുത്തിരുന്നു. രുദ്രാണി വേണാട്ടരാജനും. അന്ന് തുടങ്ങിയതാണ് വേണാട്ടരാജന് ആ മോഹം. പകലെന്നില്ല രാത്രിയെന്നില്ല നിധിയെപ്പറ്റിയാണ് വിചാരം. വളരെ വലിയ നിധിയാണ്, അതിൽ സംശയമില്ല. സാമൂതിരി അറിഞ്ഞാൽ കൊണ്ടുപോയിക്കളയും. അതിന് ഇടം കൊടുത്തുകൂടാ. പക്ഷേ വിഷമമുള്ള കാര്യമാണ് നിധി എടുക്കുക. പറങ്കികളുടെ ആക്രമണം ധാരാളമുണ്ട് കടലിൽ. ആ കടൽ കടന്നു ചെല്ലണം. നിധി കണ്ടുപിടിച്ച് ഇങ്ങി എത്തിക്കണം. ചെവിക്ക് ചെവി അറിയാനും പാടില്ല. ആരെയാണ് ചുമതലപ്പെടുത്തുക? ചന്തുവും അമ്മിണിയും നിധി കൊണ്ടുവരും. ഒരു പടക്കപ്പൽ തയ്യാറാക്കി കൊടുത്താൽ മതി. അതായിരുന്നു രുദ്രാണിയുടെ അഭിപ്രായം. വേണാട്ടരാജന് രുദ്രാണിയോട് നന്ദി തോന്നി. രുദ്രാണി തമ്പുരാൻ്റെ വലം കൈയാണ്. ആ പടനായിക എത്ര തവണ തന്നെ സഹായിച്ചിരിക്കുന്നു. ചന്തു വേണാട്ടിലുള്ളത് എത്ര നന്നായി. അവൻ ആദ്യം സാമൂതിരിക്ക് വേണ്ടി അംഗം പൊരുതിയവനാണ്. എങ്കിലും ഇപ്പോൾ തൻ്റെ കൂടെയാണ്. ഇനിയും സാമൂതിരി വെല്ലുവിളിച്ചേക്കും. ചന്തുവും അമ്മിണിയും തൻ്റെ പക്ഷത്താണ്. അവരോട് കിടനിൽക്കാൻ സാമൂതിരിയുടെ നാട്ടിൽ ആളില്ല. തനിക്കായിരിക്കും ജയം. പടക്കപ്പൽ തയ്യാറായി. കപ്പലിൽ 100 പടയാളികളും 50 ആൺപടയാളികൾ, അവരുടെ തലവൻ ചന്തു. 50 പെൺപടയാളികൾ, അവരുടെ നായിക അമ്മിണിയും. അവർ കപ്പലിൽ കയറി. ആ കപ്പൽ ലക്ഷദ്വീപിലേക്ക് യാത്രയായി.